കഥയാരംഭിക്കുന്നത് ഫുരിയ എന്നു പേരുള്ള ഏറെ സമർത്ഥനായ സുന്ദരനായ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവന്റെ ചെറുപ്പകാലം തൊട്ട് എപ്പോഴും പെൺകുട്ടികൾ അവന്റെ ചുറ്റിലുമുണ്ടായിരുന്നു. സ്കൂളിലെ തന്നെ ഏറ്റവും പോപ്പുലർ കുട്ടികളിൽ ഒരാൾ. അവന്റെ കാണാനുള്ള ഭംഗി കൊണ്ട് നിരവധി പെൺകുട്ടികൾ അവനെ ആരാധിച്ച് എപ്പോഴും അവന്റെ ചുറ്റിലുമുണ്ടായിരുന്നു. ഇത്രയും പേര് ചുറ്റിലുമുണ്ടല്ലോ, അവന്റെ ഭംഗിയെ എല്ലാവരും അംഗീകരിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം കോൺഫിഡന്റ് ആയി നാർസിസിസ്റ്റിക് സ്വഭാവമുള്ളവനായി കാണപ്പെട്ടിരുന്നു. പക്ഷേ അവന്റെ ഈ പോപ്പുലാരിറ്റി അവന്റെ കൂട്ടുകാർക്കിടയിൽ ചെറുതായിട്ടെങ്കിലും ഒരു അസൂയുണ്ടാക്കാറുണ്ട്. റിറ്റ്സു എന്നും റിയൂസി എന്നും ഇച്ചിയ എന്നുമായിരുന്നു കൂട്ടുകാരുടെ പേരുകൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൂജി എന്നു പേരുള്ള അവരുടെ സംഘത്തിലെ ഫ്രണ്ടായ ഒരുത്തൻ തന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി അവർക്കരികിലേക്ക് വന്നു. ഫോട്ടോയിൽ തന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി അവൻ വലിയ വായിൽ സംസാരിച്ചു. കോജി ആളൊരു പ്ലേ ബോയ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഗേൾഫ്രണ്ട്സിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. കോജി ഇങ്ങനെ ഫോട്ടോ കാണിച്ച് സ്വയം പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കെ ഫുരിയയും പറഞ്ഞു, കണ്ടോ, ഞാനും കോജിയും ഒക്കെ ഒരേപോലെയാ. പക്ഷെ കോജിക്ക് അതത്ര രസിച്ചില്ല. ഫുരിയയെ മാറ്റി നിർത്തി കോജി സംസാരിച്ചു, ഞാനും നീയും എങ്ങനാടാ ഒരുപോലെ ആവുന്നേ? ഇന്നേ വരെ നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ടുണ്ടോ? നിന്റെ പുറകെ കുറെ പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടെന്ന് കരുതി അവരൊക്കെ നിന്നെ പ്രേമിക്കാൻ നടക്കുന്നവരാണെന്നാണോ നിന്റെ വിചാരം? അങ്ങനൊന്നുമല്ല. കൂടി വന്ന അവർ നിന്റെ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് അവരുടെ പാട്ടിന് പോവും. അത്രേ ഉള്ളൂ. അത്രയുമായിട്ടും ഒരു ഗേൾഫ്രണ്ട് പോലുമില്ലാത്ത ഫുരിയയ്ക്ക് അത് വല്ലാത്തൊരു അപമാനമായി തോന്നിയിരുന്നു. അന്ന് കോജി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഫുരിയ പരിശോധിച്ചു. കോജി പറഞ്ഞ പോലെ തന്നെ അവന്റെ പിന്നിൽ തടിച്ചുകൂടി വന്നിരുന്ന പെൺകുട്ടികൾ കുറച്ചു കഴിഞ്ഞതും അവന്റെ ഫോട്ടോ എടുത്ത് പിരിഞ്ഞുപോയി. താൻ ചിന്തിച്ച് കൂട്ടിയതൊക്കെ വെറും തെറ്റായിരുന്നു എന്നൊന്ന് ഫുരിയക്ക് മനസ്സിലായി. പിന്നാലെ അടുത്ത ദിവസം മുതൽ ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ശ്രമം ഫുരിയ ആരംഭിച്ചു. കൂട്ടുകാരുടെ സഹായവും അതിന് തേടി. സ്കൂളിലെ പല പെൺകുട്ടികളെയും നോക്കിയെങ്കിലും ഒന്നിനെയും ഫുരിയക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിലാണ് ഫുരിയ ഒരു പെൺകുട്ടിയെ കാണുന്നത്. മിവ എന്നായിരുന്നു അവളുടെ പേര്. മിവയെ കണ്ട മാത്രയിൽ അവൻ ഇഷ്ടപ്പെട്ടു. മിവയോട് ഇപ്പോ തന്നെ പ്രപ്പോസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവൻ മിവയ്ക്കടുത്തേക്ക് എത്തി. മിവ ഏറെ സുന്ദരിയായ ഇന്റലിജന്റായ ഒരു പെൺകുട്ടിയാണ്. ഇതിനു മുമ്പ് നിരവധി പേർ അവളോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരെയും അവൾ റിജക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഫുരിയയും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോ കൂട്ടുകാർ അവനെ വാൺ ചെയ്തതാണ്. അത് വേണ്ടെന്നും അവൾ നിന്നെ റിജക്ട് ചെയ്തേക്കും എന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ തന്റെ കാര്യത്തിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഫുരിയ ധൈര്യത്തോടെ മിവയ്ക്കടുത്ത് ചെന്നു. വളരെയധികം മാൻലിയായി മാച്ചോ സ്വഭാവമൊക്കെ കാണിച്ചിട്ടായിരുന്നു ഫുരിയ മിവയ്ക്ക് അടുത്ത് ചെന്ന് അവളെ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞത്. പക്ഷേ മിവ നിന്നു നിൽപ്പിൽ കളം തിരിച്ചു. അവനെ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പെണ്ണിനോട് പ്രപ്പോസ് ചെയ്യുന്നേ? ഈ പ്രപ്പോസൽ കണ്ടാൽ പോലും ആരും നിന്നെയൊന്നും പ്രേമിക്കില്ല. മിവ വളരെ നിസ്സാരമായി അവനെ അങ്ങ് റിജക്ട് ചെയ്യപ്പെട്ടു. അഹന്ത പിടിച്ച ഫുരിയക്കേറ്റൊരു അടിയായിരുന്നു അത്. അവൻ അതോർത്ത് ഒരുപാട് വിഷമിച്ചു. പക്ഷേ മിവയെ ആത്മാർത്ഥമായി അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മിവയെ സ്വന്തമാക്കണം എന്നവന് തോന്നി. മാത്രമല്ല, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അവനെ റിജക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആഘാതവും ഫുരിയക്കുണ്ടായിരുന്നു. ഫുരിയയുടെ ഈ നിരാശ കൂട്ടുകാർ കണ്ടു. ഇന്റർനെറ്റിലൊക്കെ നോക്കി എങ്ങനെ നല്ല രീതിയിൽ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൂട്ടുകാരൻ ഓരോന്ന് അവനെ വായിച്ചു കേൾപ്പിച്ചു. ഒക്കെ കേട്ടപ്പോ ഫുരിയ പറഞ്ഞു, മിവ എന്നെ റിജക്ട് ചെയ്യാൻ കാരണം എന്റെ അപ്രോച്ചിലെ പ്രശ്നം കാരണവും ആ ഒരു സമയത്തായതുകൊണ്ടാ. ഇല്ലെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടേനെ. എന്തായാലും കൂട്ടുകാരൻ വായിച്ചു കേട്ടതിൽ നിന്നും ഇടയ്ക്കൊക്കെ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കണം എന്ന കാര്യം ഫുരിയയുടെ മനസ്സിൽ തറച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചും മറ്റും എങ്ങനെയെങ്കിലും അവളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റാൻ ഫുരിയ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്കിഷ്ടം പോയിൽഡ് പയ്യന്മാരെയാണ് എന്ന തരത്തിൽ വായിച്ചറിഞ്ഞിരുന്ന അവൻ അത്തരത്തിൽ അവൾക്ക് മുമ്പിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ മിവയാകട്ടെ അവനെ അവോയ്ഡ് ചെയ്തതേയുള്ളൂ. അങ്ങനെ പോയ മിവയുടെ പിന്നാലെ അവളെ ചേസ് ചെയ്ത് ഫുരിയ ചെന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കാലുതട്ടി അവൻ അവളുടെ ദേഹത്തേക്ക് വീണു. അബദ്ധത്തിലാണെങ്കിലും അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിച്ചു. ഫുരിയ കുറച്ചധികം ഷോക്കായി പോയിരുന്നു. മിവയ്ക്കാണെങ്കിൽ ഒരു കുലുക്കവുമില്ല. നീ ഓക്കെയാണോ എന്ന് മിവ ചോദിച്ചു. ഫുരിയയുടെ മുഖമാണെങ്കിൽ ആകെ ചുമക്കാനൊക്കെ തുടങ്ങിയിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ അത്രയും സമീപത്ത് അവൻ നിൽക്കുന്നത് പോലും. മിവ അവനെ മാറ്റിക്കൊണ്ടെഴുന്നേറ്റു. അപ്പോഴും മിവയ്ക്ക് അവനുമേലൊരു താല്പര്യവും തോന്നിയില്ല. മിവ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഫുരിയ തന്റെ കാര്യത്തിൽ വലിയ ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല. അവനിപ്പോ ഒരു ഗേൾഫ്രണ്ടിനെ വേണം, ടൈം പാസിന് വേണ്ടി. അതിനെ തന്റെ പുറകെ നടക്കുന്നത് എന്ന തരത്തിലായിരുന്നു. പിന്നീട് ബസ്സിൽ പോകുമ്പോഴൊക്കെ ഒന്നും അറിയാത്ത പോലെ ഫുരിയ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ ബസ്സിൽ ഗർഭിണിയായ സ്ത്രീക്ക് ഒരാൾ സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മിവ അത് ചോദ്യം ചെയ്തു. അയാൾ ദേഷ്യത്തോടെ എഴുന്നേറ്റു മാറി. പിന്നീട് മിവ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ അവൾക്ക് പിന്നാലെ ഇറങ്ങിയ അയാൾ അവളെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഫുരിയ ഓടിയിറങ്ങി. അയാളുമായി ഇടിയുണ്ടാക്കി. പക്ഷേ ഉള്ള ഇടിയൊക്കെ വാങ്ങിക്കൂട്ടിയത് ഫുരിയയായിരുന്നു. ഇത് കണ്ടതും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ വിളിക്കുന്ന പോലെ മിവ
മിവ അഭിനയിച്ചു. കേൾക്കേണ്ട താമസം പ്രശ്നമുണ്ടാക്കിയവൻ അവിടെ ഓടി. എന്നിരുന്നാൽ തന്നെയും ഫുരിയ തന്നെ സഹായിക്കാനാണല്ലോ വന്നത് എന്നൊരു അനുകമ്പ മിവയ്ക്ക് അവനോട് തോന്നിയിരുന്നു. അവൾ അവനോട് സംസാരിച്ചു. അത് തന്നെ ഫുരിയക്ക് ധാരാളവുമായിരുന്നു. അടുത്ത ദിവസം ഫുരിയ സ്കൂളിലേക്ക് എത്തുകയാണ്. കൂട്ടുകാർക്കൊപ്പം നടക്കുമ്പോ അതാ മിവ വരുന്നു. വല്ലാതൊരു ചിരിയോടെയാണ് അവളുടെ വരവ്. അത് കണ്ടതും തലേ ദിവസത്തെ കാര്യത്തിന് അവൾ തന്നെ നോക്കി ചിരിച്ച് സംസാരിക്കാൻ വരുന്നതാണ് എന്ന് ഫുരിയ ചിന്തിച്ചു. പക്ഷേ അവനെ എന്താണ്ടി മുമ്പോട്ട് പോയ മിവ ചെന്നെത്തിയത് അവിടുത്തെ ആർട്സ് ടീച്ചറിന്റെ അടുത്തായിരുന്നു. മസാക്കി എന്നായിരുന്നു ആ ചെറുപ്പക്കാരനായ ടീച്ചറുടെ പേര്. മിവ മസാക്കിക്ക് അടുത്ത് ചെന്ന് സന്തോഷത്തോടെ സംസാരിച്ചു നിൽക്കുന്നു. മസാക്കിയും സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്നു. അത് കണ്ടതും ഫുരിയ അസ്വസ്ഥനായി. എന്നാലും അവൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ, എന്നെ എപ്പോഴും അവഗണിക്കുകയല്ലേ എന്നൊക്കെ വേദനയോടെ അവൻ ക്ലാസ്സിലിരുന്ന് പുലമ്പി. ഇനിയെങ്ങാൻ അവൾക്ക് മറ്റൊരു പ്രേമമുണ്ടാവുമോ? ആർട്സ് ടീച്ചർ മസാക്കിയായിരിക്കുമോ അവൾ പ്രണയിക്കുന്നത് എന്ന മട്ടിലൊക്കെ ഫുരിയ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സംശയങ്ങൾ മനസ്സിൽ വെക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. മിവയുടെ പിന്നാലെ പോവാൻ തന്നെ അവൻ തീരുമാനിച്ചു. തലേന്ന് മിവയ്ക്കെതിരെ ഒരു ആക്രമണമുണ്ടായതാണല്ലോ, അതില്ലാതാക്കാം എന്ന് ചിന്തിച്ച അവൻ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനെന്ന മട്ടിൽ അവളുടെ പിന്നാലെ അവളുടെ താമസ സ്ഥലം വരെ ചെന്നു. പക്ഷേ അബദ്ധത്തിൽ അവളുടെ ആ അപ്പാർട്ട്മെന്റിന്റെ മെയിൽ ബോക്സ് അവൻ തകർത്ത് കളഞ്ഞു. എന്തായാലും അവനതിൽ കുറ്റബോധം തോന്നി. അന്ന് രാത്രി അവളുടെ ആ ഇടത്തേക്ക് വന്ന് വീണുപോയ മെയിൽ ബോക്സ് വീണ്ടും അവൻ പിടിപ്പിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് മിവ വന്നപ്പോ അബദ്ധത്തിൽ അവൻ ചുറ്റികയ്ക്ക് കൈക്കടിച്ചു. അവന് പരിക്കേറ്റു. മിവ അത് നോക്കിക്കണ്ടിരുന്നു. മിവ അവന്റെ കയ്യിൽ മരുന്ന് വെച്ചു കൊടുത്തു. അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരിരുവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ജോലി സ്ഥലത്ത് നിന്ന് വന്നപ്പോ മിവ കുറച്ച് ബ്രെഡ് കൊണ്ടുവന്നിരുന്നു. അതായിരുന്നു ഡിന്നറായി അവൾ കഴിക്കുന്നത്. അതിലൊന്ന് അവൾ അവനും നൽകി. ആ സംസാരത്തിലാണ് ചില കാര്യങ്ങൾ ഫുരിയ മനസ്സിലാക്കുന്നത്. മിവയ്ക്ക് അച്ഛനും അമ്മയുമില്ല. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അമ്മ ഇപ്പോൾ ജോലിയുമായി മറ്റെവിടെയോ ആണ്. അവളുടെ അടുത്തേക്ക് വരാറേയില്ല. അവളുടെ ജീവിതം അവൾ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജീവിത ചെലവിന് പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു. ആ സമയം ഫുരിയ അവിടെ ഒരു പെയിന്റിംഗ് കണ്ടു. അതിനെപ്പറ്റി അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, അതെന്റെ അച്ഛൻ അവസാനമായി വരച്ച പെയിന്റിംഗ് ആണ്. മിവയ്ക്ക് 9 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു അവളുടെ അച്ഛന്റെ മരണം. രോഗബാധിതനായി മരിക്കുകയായിരുന്നു. അന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്ന ഫുരിയ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ മിവ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റ് അവൻ റെന്റിനെടുത്തു. മിവയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്കെന്ന് തോന്നലാണല്ലോ, അത് വേണ്ട, അവളുടെ കൂടെ താനുണ്ടാകും എന്നുറപ്പിച്ചായിരുന്നു അവൻ ആ അപ്പാർട്ട്മെന്റ് എടുത്തത്. പുലർച്ചെ തന്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിൽ ഫുരിയയെ കണ്ട് മിവ അതിശയിക്കുന്നു പോലുമുണ്ട്. അടുത്ത ദിവസം മസാക്കിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ മസാക്കി എത്തിയപ്പോ മുതൽ മിവ മസാക്കിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോ ഫുരിയയ്ക്ക് അത്യാവശ്യം നല്ല കുശുമ്പ് വരുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അപ്പാർട്ട്മെന്റിലെത്തി ഒരു ബുക്കൊക്കെ വായിച്ച് ഫുരിയ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത മുറിയിൽ, അതായത് മിവയുടെ മുറിയിൽ വാതിലിൽ മുട്ടും പുറത്തേക്ക് വന്നില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന തരത്തിൽ സംസാരവുമൊക്കെ കേൾക്കുന്നത്. ഫുരിയ പതിയെ ചെന്ന് തന്റെ ഡോറിന്റെ വാതിൽ തുറന്നു നോക്കി. പുറത്ത് വട്ടിപ്പലിശ പിരിക്കുന്ന 2 ഗുണ്ടകൾ വന്നു നിൽക്കുന്നു. എന്തോ പ്രശ്നമുണ്ട് എന്ന് ഫുരിയക്ക് മനസ്സിലായി. ബാൽക്കണി വഴി ചാടി അവൻ മിവയുടെ മുറിയിലെത്തി. മിവ ഭയന്നിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നാൽ അവർ വാതിൽ തകർത്ത് അകത്തേക്ക് വന്നാലോ, നമുക്കെന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാം എന്ന് ഫുരിയ പറഞ്ഞു. ആദ്യം അത് നല്ലൊരു ഐഡിയയായി മിവയ്ക്ക് തോന്നിയില്ലെങ്കിലും മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ഫുരിയക്കൊപ്പം അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാൻ മിവ സമ്മതിച്ചു. അവരങ്ങനെ ഫുരിയയുടെ അപ്പാർട്ട്മെന്റിൽ മറഞ്ഞിരുന്നു. അപ്പോഴേക്കും ഗുണ്ടകൾ വാതിൽ തകർത്ത് മിവയുടെ മുറിക്കകത്ത് കടന്നിരുന്നു. ബാൽക്കണിയിലേക്ക് എത്തിയപ്പോ മിവ അതുവഴി അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് കടന്നിരിക്കുമോ എന്നവർക്ക് സംശയം തോന്നി. അവരങ്ങനെ ഫുരിയയുടെ അപ്പാർട്ട്മെന്റിലേക്കും കടന്നു. നോക്കുമ്പോ അവരുടെ ഊഹം ശരിയാണ്. മിവ അവിടെയുണ്ട്. മിവയെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോകാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ ഫുരിയ അതിന് തടസ്സം നിന്നു. അവൾക്ക് സമയം കൊടുക്കണമെന്നും പണം അവൾ തരുമെന്നൊക്കെ ഫുരിയ പറഞ്ഞു. അവളെ വിട്ടുകൊടുക്കാതിരിക്കാൻ അവളെ കെട്ടിപ്പിടിച്ചൊക്കെ ഫുരിയ ഇരുന്നിരുന്നു. അത് കണ്ട് ഈ പയ്യൻ വിടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആ വട്ടിപ്പലിശക്കാർ അടുത്ത ദിവസം തങ്ങൾ വരും, അപ്പോൾ പണം തരണം എന്നും ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം ആർട്ട് ക്ലാസ് നടക്കുകയാണ്. മിവയുമായുള്ള തന്റെ റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്ന കാര്യം അപ്പോൾ അവൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. താനിപ്പോ മിവയുടെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്ന കാര്യവും വ്യക്തമാക്കി. കൂട്ടുകാർ അതൊക്കെ കേട്ട് ഞെട്ടിയിരുന്നു. പക്ഷേ ആ സന്തോഷങ്ങൾക്കിടയിലാണ് ഫുരിയ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. മസാക്കി മിവയ്ക്ക് അടുത്ത് വന്ന് നിന്ന് ഡ്രോയിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മിവയും വലിയ സന്തോഷത്തിലാണ്. മസാക്കിയോട് അവൾക്ക് ഒരുപാട് സ്നേഹമുള്ള പോലെയും കാണാം. അതൊക്കെ കണ്ടതും ഫുരിയക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ നന്നായി വരച്ചിരുന്ന തന്റെ പെയിന്റിംഗ് കുറച്ച് കുളമാക്കി. മസാക്കി അത് വന്ന് കണ്ടു. നിന്റെ പെയിന്റിംഗ് അത്ര പോരല്ലോ, നിനക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ് തരാം എന്ന മട്ടിൽ അയാൾ പറഞ്ഞു. എന്തായാലും അതുകൊണ്ട് മസാക്കിക്കടുത്ത് സ്പെഷ്യൽ ക്ലാസ്സിന് അവന് പോവേണ്ടി വന്നു.
അവിടെ വെച്ച് തന്റെ ഉള്ളിലെ കൺഫ്യൂഷൻ അവൻ തുറന്നു ചോദിച്ചു. മസാക്കിക്ക് മിവയെ ഇഷ്ടമാണോ എന്നായിരുന്നു അവന്റെ ചോദ്യം. ഇഷ്ടമാണെന്ന് മസാക്കി പറഞ്ഞു. അവൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവൾക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുമുണ്ട്. മസാക്കി മിവയ്ക്ക് എക്സ്ട്രാ ക്ലാസുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്കിടയിൽ വലിയൊരു ബോണ്ടിങ്ങും ഉള്ളത്. അന്ന് സ്കൂളിൽ നിന്ന് തിരികെ പോകുന്ന സമയം ഫുരിയയും മിവയും സംസാരിച്ചു. തന്റെ അച്ഛനെ പോലെ തനിക്കൊരു പെയിന്റർ ആവണം, അതിന് പെയിന്റിംഗ് അധ്യാപകൻ കൂടെയുണ്ടെങ്കിൽ നല്ലതാണ് എന്ന മട്ടിലായിരുന്നു അവളുടെ സംസാരം. അതോടെ മിവയ്ക്കും മസാക്കിയോട് വലിയ സ്നേഹമുണ്ട് എന്ന് ഫുരിയ ചിന്തിച്ചു. മസാക്കിയെ എതിരിട്ട് പരാജയപ്പെടുത്താൻ പറ്റില്ല, അയാൾ ഒരു ടഫ് ഒപ്പോണന്റ് ആണ് എന്നായിരുന്നു കൂട്ടുകാരോട് സംസാരിച്ചപ്പോ ഫുരിയ പറഞ്ഞത്. അവന്റെ ദുഃഖം കണ്ട കൂട്ടുകാർ അവനെ എൻകറേജ് ചെയ്തു. മിവയോടുള്ള നിന്റെ പ്രണയം നീ വിട്ടുകളയരുത്. നിന്റെ യഥാർത്ഥ പ്രണയം അവൾക്ക് ബോധ്യപ്പെട്ടാൽ, അതവൾ തിരിച്ചറിഞ്ഞാൽ അവൾ നീയുമായി പ്രണയത്തിലാകും. പിന്നീട് ഫുരിയ അതിനുള്ള ശ്രമം ആരംഭിച്ചു. അന്ന് രാത്രിയിൽ മിവയെ ഫുരിയ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചു. താൻ കുക്ക് ചെയ്തുണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് കഴിക്കാൻ കൊടുത്തു. എപ്പോഴും അവളാകെ ബ്രെഡ് മാത്രമാണല്ലോ കഴിക്കാറുള്ളത്, അത് മാറ്റി അവൾക്ക് നല്ലൊരു ഭക്ഷണം കുക്ക് ചെയ്തു കൊടുത്ത് അവളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. മിവ അത് എൻജോയ് ചെയ്ത് കഴിച്ചു. ഫുരിയക്കും സന്തോഷം തോന്നി. തുടർന്നുള്ള സംസാരത്തിലാണ് ഫീൽഡ് ട്രിപ്പിൽ മിവ പങ്കെടുക്കുന്നില്ല എന്ന് ഫുരിയ മനസ്സിലാക്കുന്നത്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ അവളൊന്നും വിട്ടു പറഞ്ഞില്ല. അടുത്തൊരു ദിവസം അവനൊരു കാഴ്ച കണ്ടു. മിവ ആ വട്ടിപ്പലിശക്കാർക്ക് പണം കൊടുക്കുന്നതായിരുന്നു അത്. അന്ന് ആ വട്ടിപ്പലിശക്കാരനുമായി ഫുരിയ സംസാരിച്ചു. അയാൾ പറഞ്ഞു അവളുടെ അച്ഛൻ രോഗബാധിതനായി അവളുടെ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. അവളുടെ അമ്മ അയാളുടെ ചികിത്സയ്ക്ക് കുറെ പണം കടം വാങ്ങിയിരുന്നു. അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ജോലിക്കൊക്കെ പോയി ആ പെൺകുട്ടി ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുവാണ്. അതോടെ ഫുരിയക്ക് കാര്യം മനസ്സിലായി. മിവയുടെ പക്കൽ പണമില്ല, അതാണ് അവൾ ഫീൽഡ് ട്രിപ്പിന് വരാത്തത്. അതോടെ മിവയുടെ സ്കൂൾ ട്രിപ്പിന് പണമുണ്ടാക്കാൻ ഫുരിയ തീരുമാനിച്ചു. അവൻ പാർട്ട് ടൈമായി കുറേയധികം ജോലികൾ നോക്കി പണം കൂട്ടിക്കൂട്ടി വെച്ചു. രാത്രിയിൽ നീണ്ട ജോലി കാരണം പലപ്പോഴും പകലിൽ അവൻ ക്ലാസ്സിൽ കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ ഒടുവിൽ അവന്റെ കയ്യിൽ ആവശ്യത്തിന് പണമായി. മിവയുടെ പണമടയ്ക്കാൻ അവൻ മസാക്കിയെ കാണാനെത്തി. പക്ഷെ അപ്പോഴേക്കും മസാക്കി തന്റെ കയ്യിൽ നിന്ന് മിവയുടെ ഫീസ് അടച്ചിരുന്നു. അത് കേട്ടതും അവൻ വല്ലാതെ ദുഃഖിതനായി. അവളെ സഹായിക്കാൻ അവനൊരു അവസരം കൂടെ കിട്ടിയില്ല. മാത്രമല്ല മിവയും മസാക്കിയും തമ്മിലുള്ള അടുപ്പം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന പോലെയും അവന് തോന്നിക്കൊണ്ടിരുന്നു. അങ്ങനെ സ്കൂൾ ട്രിപ്പിന്റെ ദിവസം മിവയോട് കൂടുതലെടുത്ത് തന്റെ ഫീലിംഗ്സ് തുറന്നു പറയാനൊക്കെയായിരുന്നു ഫുരിയ പ്ലാൻ ചെയ്തിരുന്നത്. അവന്റെ കൂട്ടുകാരും അവനെ അതിന് സപ്പോർട്ട് ചെയ്തു. രാത്രിയിൽ ഫോറസ്റ്റിനകത്തൂടെ അവർ മുമ്പോട്ടേക്ക് നടന്നു. അവളോട് ഒരുപാട് സംസാരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധ തെറ്റി അവർ കാട്ടിലകപ്പെട്ടു. ഒടുവിൽ ഒരു തരത്തിൽ ഒരു മലഞ്ചെരുവിലെത്തി അവിടെ ഇരിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്ന് വാഹന നിരീക്ഷണം നടത്തി സംസാരിച്ച് കുറച്ചുനേരം കടന്നുപോയി. പരസ്പരം ഇരുവരും അവരവരുടെ കഥകൾ പങ്കുവച്ചിരുന്നു. അവരുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആവുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞതും അങ്ങോട്ടേക്ക് മറ്റു കുട്ടികൾ കൂടി വന്നു. അതോടെ അവർക്ക് സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മടങ്ങാൻ സാധിച്ചു. സ്കൂൾ ട്രിപ്പ് അവസാനിച്ചു വന്ന കുട്ടികൾക്ക് കിട്ടിയത് മസാക്കി വൈകാതെ സ്കൂൾ വിട്ടുപോകുന്നു എന്ന വിവരമായിരുന്നു. കുട്ടികളൊക്കെ മസാക്കി പോകുന്നതിൽ ചെറിയ ദുഃഖത്തിലാഴ്ന്നു പോയിരുന്നു. പക്ഷേ അത് മസാക്കിയെ തകർത്ത് കളഞ്ഞ പോലായിരുന്നു. ഫുരിയ അത് നോക്കിക്കണ്ടു. അടുത്ത ദിവസം അവൾ ഒരു ബൊക്കെ വാങ്ങി. പിന്നീട് അച്ഛന്റെ ഓർമ്മകൾ അടങ്ങുന്ന ആ ഒരിടത്തേക്ക് പോയി. അവിടുത്തെ ഒരു ബെഞ്ചിലിരുന്നു. ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ വരുമ്പോ അവൾ അവിടെ വരാറുണ്ടായിരുന്നു. ബൊക്കെ അവൾ തന്റെ അച്ഛന് സമർപ്പിക്കും. അച്ഛനോടെന്ന പോലെ സംസാരിക്കും. അന്നും തന്റെ വേദനകൾ അവൾ അവിടെ വെച്ച് പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ എപ്പോഴും എന്നെ വിട്ട് പോയിക്കൊണ്ടേയിരിക്കും, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെയൊടുവിൽ ഗ്രാജുവേഷൻ ഡേയുടെ ദിവസം എത്തി. അവൾക്ക് അപ്പോഴായിരുന്നു അസുഖം പിടിപെട്ടത്. അവൾക്കന്ന് സ്കൂളിൽ പോവാനും സാധിച്ചില്ല. അന്നായിരുന്നു മസാക്കിയുടെ ഫെയർവെൽ ഡേയും. മസാക്കിയെ അവസാനമായി ഒന്ന് കണ്ട് യാത്ര പറയാൻ മിവയ്ക്ക് സാധിച്ചില്ല. അതിന്റെ ദുഃഖം അവളെ വല്ലാതെ പിടികൂടിയിരുന്നു. ഫുരിയ അത് തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കൊരിക്കലും എന്റെ പ്രിയപ്പെട്ടവരോട് ഗുഡ് ബൈ പറയാൻ പോലും സാധിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ അടുക്കലും ഇത്തരത്തിൽ തന്നെയായിരുന്നു. അത് കേട്ടതും ദുഃഖം തോന്നിയ ഫുരിയ അവളെ മസാക്കിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവൾക്ക് വേണമെങ്കിൽ അവളുടെ പ്രണയം മസാക്കിയോട് അവൾ തുറന്നു പറയുകയും ചെയ്യട്ടെ. ഫുരിയ മനസ്സിൽ കരുതി. അവൾ സന്തോഷിച്ചാൽ മാത്രം മതി എന്നായിരുന്നു ഫുരിയക്ക്. ഒരു വീൽചെയർ സംഘടിപ്പിച്ച് കൂട്ടുകാരുടെ സഹായത്തോടെ അവൻ അവളുമായി എയർപോർട്ടിലേക്ക് വെച്ചുപിടിച്ചു.
ഒടുവിൽ പുറപ്പെടാൻ തയ്യാറായി നിന്ന മസാക്കിക്ക് അടുത്തേക്ക് അവർ എത്തിച്ചേർന്നു. മിവ മസാക്കിയുടെ അടുത്തേക്ക് ചെന്നു. തനിക്ക് മസാക്കിയെ ഇഷ്ടമാണ് എന്നവൾ പറഞ്ഞു. വാത്സല്യത്തോടെ മസാക്കി അവളുടെ തലയിൽ തലോടി സ്നേഹത്തോടെ അവളെ നോക്കി. പിന്നീട് ഫുരിയക്കൊരു ഹാൻഡ് സിഗ്നൽ കൊടുത്ത് മിവയോടുള്ള അവന്റെ പ്രണയം തുറന്നു പറയാൻ പറഞ്ഞ ശേഷം മസാക്കി അവിടെ നിന്ന് യാത്ര തിരിച്ചു. മിവ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഫുരിയ അവളെ വന്നു കെട്ടിപ്പിടിച്ചു. പിന്നാലെ അവളോടുള്ള തന്റെ പ്രണയം ഫുരിയ തുറന്നു പറഞ്ഞു. ഫുരിയയുടെ യഥാർത്ഥ സ്വഭാവവും തന്നോടുള്ള പ്രണയവുമൊക്കെ മിവയും തിരിച്ചറിഞ്ഞിരുന്നു. ആ ഒരു സമയം മറ്റൊന്നുകൂടി വ്യക്തമായി. മിവ മസാക്കിയെ കണ്ടിരുന്നത് തന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു. അവളുടെ അച്ഛനും ഒരു പെയിന്റർ ആയിരുന്നല്ലോ. അച്ഛൻ ഗൈഡ് ചെയ്യുന്ന പോലായിരുന്നു മസാക്കി അവളെ ഗൈഡ് ചെയ്യുമ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതൊക്കെ അവൾ ഫുരിയയോട് തുറന്നു പറഞ്ഞു. ഫുരിയയുടെ ആത്മാർത്ഥത കണ്ട് തന്റെ പ്രണയം അവൾ തന്നെ അവനെ അറിയിച്ചു. അവരിരുവരും പ്രണയത്തിലായി ഒന്നിച്ച സന്തോഷത്തോടെ മുമ്പോട്ടു പോകുന്നു എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.